എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു റോംബസ് ലേണിംഗ്. നമ്മുടെ ഫിസിക്സിന്റെ റിവിഷൻ സീരീസ് അടുത്തൊരു ക്ലാസ്സിലേക്ക് വന്നേക്കാണ്. നമ്മൾ കുറച്ച് ടോപ്പിക് ഇപ്പോൾ പറഞ്ഞു പോയിട്ടുണ്ട്. മോഷൻ പറഞ്ഞു, ഫോഴ്സ് പറഞ്ഞു, അതുപോലെ തന്നെ വർക്ക്, എനർജി, പവർ. ഈ മൂന്ന് ആൾക്കാരുടെ ഇടയിൽ വർക്ക് എന്താണെന്ന് പറഞ്ഞു. അതേപോലെ എനർജി എന്താണെന്നും പറഞ്ഞു. വർക്ക് അല്ലെങ്കിൽ പ്രവൃത്തി എന്ന് പറയുന്നത് നമ്മളൊരു ഫോഴ്സ് കൊടുക്കുകയും അതുകൊണ്ട് അവിടെ ഒരു ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കുകയും സ്ഥാനം മാറുകയും ചെയ്യാണ് ഒരു വസ്തുവിന്റെ. അപ്പൊ നമ്മൾ അതിനെ പ്രവൃത്തി അല്ലെങ്കിൽ വർക്ക് എന്ന് പറയും. ഇനി അങ്ങനെ ഒരു വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റീനെ അല്ലെങ്കിൽ ആ ഒരു പ്രവൃത്തി ചെയ്യാനുള്ള ശേഷിയെ പറയുന്നത് ഊർജം എന്നാണ്, എനർജി എന്നാണെന്ന് പറഞ്ഞു. ഇനി എനർജിയും പവറും ഈ രണ്ടാൾക്കാരെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടണം. പിന്നെ ഇവിടെ നിന്ന് വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കണം. എനർജി പറയുമ്പോൾ ഇങ്ങനത്തെ ഒരു ടോപ്പിക്കിൽ 2-3 കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാനുണ്ട്. ഫസ്റ്റ് വരുന്നത് നമ്മളുടെ ചുറ്റുവട്ടത്ത് നടക്കുന്ന എനർജി ട്രാൻസ്ഫോർമേഷൻസ് ആണ്. അതായത് ഊർജം എങ്ങനെയാണ് ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറുന്നതെന്ന്. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഡെയിലി യൂസ് ചെയ്യുന്ന കുറച്ച് സാധനങ്ങളാണ് അതിൽ എങ്ങനെയാണ് ഈ എനർജി കൺവേർഷൻ നടക്കുന്നതെന്ന്. ഇപ്പൊ സാധാരണ ഒരു വൈദ്യുത ബെല്ലോ അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് ഫാൻ, നമ്മൾ ഉപയോഗിക്കുന്ന സാധാരണ ഒരു ഫാൻ അല്ലെങ്കിൽ ഒരു ലൈറ്റ് ബൾബ്, അതും അല്ലെങ്കിൽ ഒരു AC, ഒരു ഹീറ്റർ, എന്തൊരു സാധനമാണെങ്കിലും അവിടെ ഏത് രീതിയിലാണ് എനർജി ട്രാൻസ്ഫോം ചെയ്യുന്നത്. നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാ സ്ഥലത്തും ഇലക്ട്രിക്കൽ ആയിട്ടുള്ള എല്ലാ അപ്ലയൻസസും അവർ ഇലക്ട്രിക്കൽ എനർജിനെയാണ് കൺവേർട്ട് ചെയ്യുന്നത്. വൈദ്യുത എനർജിയാണ് അവിടെ കൺവേർട്ട് ചെയ്യപ്പെടുന്നത്. എന്തായിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത് അത് ഓരോ ആൾക്കാർക്കും വ്യത്യാസമാണ്. ഫാൻ ആണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? ഫാൻ ആണെങ്കിൽ അവിടെ മെക്കാനിക്കൽ ഊർജ്ജമായിട്ട് മാറുന്നു. അപ്പൊ ചോദിക്കുക, എന്താണ് ഈ മെക്കാനിക്കൽ ഊർജ്ജമായിട്ട്? നമ്മളൊരു ഫാൻ ഓൺ ചെയ്യുമ്പോൾ ആ ഇലക്ട്രിക്കൽ എനർജി ആ ഫാനിനെ കറക്കുകയാണ്, അല്ലെങ്കിൽ അവിടെ ഒരു മൂവ്മെന്റ് ഉണ്ടാകുന്നുണ്ട്. ഈ രീതിയിൽ വരുന്ന യാന്ത്രിക ഊർജ്ജത്തിന് നമ്മൾ മെക്കാനിക്കൽ എനർജി എന്ന് പറയും. അപ്പൊ അവിടെ ഫാനിലെ വൈദ്യുത ഊർജ്ജം ഇതേപോലെ മെക്കാനിക്കൽ ഊർജ്ജമായിട്ട് മാറുന്നു. ഇതേപോലെ നമ്മൾ ഈ ടേബിൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള എല്ലാ സാധനങ്ങളും, എല്ലാ അപ്ലയൻസസും ഇലക്ട്രിക്കൽ എനർജീനെ മറ്റൊരു ഫോമിലേക്ക് മാറ്റുകയാണ്. ഈ രീതിയിൽ നമ്മുടെ ചുറ്റുമുള്ള ഇലക്ട്രിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, മറ്റെന്ത് സാധനം എടുത്താലും എനർജിയുടെ ട്രാൻസ്ഫോർമേഷൻ എല്ലായിടത്തും നടക്കുന്നുണ്ട്. ഇതേപോലെ ഒരു ഗ്യാസ് സ്റ്റവ് എടുക്കുകയാണെങ്കിൽ അവിടെ കെമിക്കൽ എനർജിയാണ് എന്തായിട്ട് മാറുന്നത്? ഹീറ്റ് എനർജി ആയിട്ടും ലൈറ്റ് എനർജി ആയിട്ടും മാറുന്നത്. അപ്പൊ ഈ ഊർജം എന്ന് പറയുന്ന ഒരു സംഭവം അത് നമുക്ക് ചുറ്റും പല രൂപത്തിലുണ്ട്. നമുക്ക് ചില സമയങ്ങളിൽ അത് നമുക്കൊരു ഹീറ്റ് എനർജി ആയിട്ട്, ഒരു താപ ഊർജ്ജമായിട്ട് കിട്ടും. ചില സമയങ്ങളിൽ അവിടെ പ്രകാശമായിട്ടായിരിക്കും കിട്ടുന്നത്. ഒരു ബൾബ് ഇടുമ്പോൾ ഇലക്ട്രിക്കൽ എനർജി കൊടുക്കുകയും നമുക്ക് എന്ത് കിട്ടുന്നു? ലൈറ്റ് എനർജി കിട്ടുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് ആ ബൾബ് തൊട്ട് വയ്ക്കാൽ നമ്മുടെ കൈ പൊള്ളും. എന്താ പറ്റുന്നത്? അവിടെ ഹീറ്റ് എനർജിയും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് മനസ്സിലാക്കാനുള്ളത് എനർജി എന്ന് പറയുന്നത് എന്താണ്? അത് ഒരു കപ്പാസിറ്റി ടു ഡു വർക്ക് അല്ലെങ്കിൽ പ്രവൃത്തി ചെയ്യാനുള്ള ശേഷിയാണ്. നമ്മൾ അതിന് കൊടുത്ത യൂണിറ്റ് ജൂൾ ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ എനർജി ഒരു ഫോമിലല്ല, അല്ലെങ്കിൽ ഒരേ സ്ഥലത്ത് ഒരേ സമയത്ത് അനങ്ങാതിരിക്കുകയല്ല. ഓരോ സമയത്ത് അതിന് വ്യത്യാസം വന്നുകൊണ്ടിരിക്കുന്നു, അതിന്റെ അവസ്ഥയിൽ മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതേപോലത്തെ പല എനർജി ഫോംസ് ഉണ്ട്. നമുക്ക് പഠിക്കാനുള്ള 2 ആൾക്കാരുണ്ട് ഫിസിക്സിൽ. ഇതേപോലെ മെയിൻ ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നത് 2 ഇക്വേഷൻസ് വെച്ചിട്ടാണ്. എനർജിയുടെ 2 ഫോംസ് നമ്മൾ നോക്കണം. ആദ്യം വരുന്ന ആള് കൈനറ്റിക് എനർജി അഥവാ ഗതിക ഊർജ്ജം. നമ്മൾ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഒരു വസ്തു ചലിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഒരു വസ്തു ചലിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് അതിന്റെ പ്രവേഗം അല്ലെങ്കിൽ വെലോസിറ്റി എന്ന് പറയുന്നത് v ആയിട്ട് എടുത്താലും, ഒരു വസ്തുവിന്റെ പ്രവേഗം v ആയിട്ട് എടുക്കുകയും അതുപോലെ അതിന്റെ മാസ് എന്ന് പറയുന്നത് m ആയിട്ട് എടുക്കുകയാണെങ്കിൽ, ഈ വസ്തു ചലിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ചലനം കാരണം അതിനൊരു ഊർജ്ജമുണ്ട്. ആ ഊർജ്ജത്തിനെ പറയുന്ന പേരാണ് കൈനറ്റിക് എനർജി അല്ലെങ്കിൽ ഗതിക ഊർജ്ജം. ഈ ഇക്വേഷൻ ഓർത്തു വെക്കുക. എന്നാൽ ഒരു വസ്തു ചലിക്കാതെ ഒരു ഉയരത്തിൽ ഇരിക്കുകയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ ചലിക്കാതിരിക്കുന്ന ഒരു വസ്തു, അതിനെന്തെങ്കിലും ഊർജ്ജം ഉണ്ടോ? അതാണ് നമ്മളിവിടെ പൊട്ടൻഷ്യൽ എനർജി അല്ലെങ്കിൽ സ്ഥിതികോർജ്ജം എന്ന് പറയുന്നത്. ഈ ഇക്വേഷൻ ശ്രദ്ധിക്കുക. ഇവിടെ മാസ് എന്ന് പറയുന്നത് ആ വസ്തുവിന്റെ മാസ്, അതുപോലെ g എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും കണ്ടായിരുന്നു, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇതിന്റെ വാല്യൂ നമ്മൾ 9.8 m/s² എന്ന് എടുത്തായിരുന്നു. ഈ രീതിയിൽ നമ്മളൊരു വസ്തുവിനെ ഏതെങ്കിലും ഒരു ഉയരത്തിൽ, നമ്മൾ നിൽക്കുന്ന ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഏതെങ്കിലും ഒരു ഉയരത്തിൽ ഒരു വസ്തു ഇരിക്കുകയാണെങ്കിൽ ആ വസ്തുവിന് ഈ ഉയരം കാരണം, അല്ലെങ്കിൽ അതിനെ നിലത്ത് നിന്ന് ഇത്രയും ഉയരത്തിലേക്ക് പൊക്കി വെച്ചിരിക്കുന്നത് കാരണം അതിനൊരു എനർജി ഉണ്ടാകുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ എനർജി അല്ലെങ്കിൽ സ്ഥിതിക ഊർജ്ജം എന്ന് പറയുന്നത്. അത് mgh എന്നാണ്. അത് ഈ പറയുന്ന വസ്തുവിന്റെ മാസിനെയും അതുപോലെ തന്നെ അത് എത്ര ഉയരത്തിലാണോ ആ ഹൈറ്റിനെയും അനുസരിച്ചിരിക്കും.
മാസും അതുപോലെ ഹൈറ്റും അനുസരിച്ചിരിക്കും. പിന്നെ വരുന്ന ആള് ജി ആണ്. ജി എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, അല്ലെങ്കിൽ എന്താ, ഗുരുത്വാകർഷണം മൂലം ഉണ്ടാകുന്ന ത്വരണം. അതിന്റെ നമ്മൾ വാല്യൂ 9.8 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ എന്നാണ്. നമ്മളൊരു ഡാമില് അല്ലെങ്കിൽ എന്താണ് ഇതേപോലെ അണക്കെട്ടുകളിൽ വെള്ളം സംഭരിച്ചു വെക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന എനർജി ഏതാന്ന് വെച്ചാൽ അത് ഈ പറയുന്ന പൊട്ടൻഷ്യൽ എനർജിയാണ്. വെള്ളം എന്താണ്, വളരെ ഉയരത്തിലാണ് നമ്മൾ സംഭരിച്ചു വെച്ചിരിക്കുന്നത്. സോ ഈ രീതിയിൽ വരുമ്പോഴത്തേക്കും അവിടെ ഉണ്ടാകുന്ന ഊർജ്ജം എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജിയാണ്. ഈ രണ്ട് ഇക്വേഷൻസ് വെച്ചിട്ട് എപ്പോഴും RRB ചോദ്യങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നമുക്ക് കാൽക്കുലേഷൻ ചെയ്യാതെ തന്നെ ഉത്തരം കിട്ടുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസും ഈ ഒരു സെക്ഷനിൽ നിന്ന് വരുന്നുണ്ട്. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് നോക്കാം. അതിനു മുമ്പ് ഒരു പോയിന്റും കൂടെ ഓർത്ത് വെക്കണം. എനർജി കൺസർവേഷൻ അല്ലെങ്കിൽ ഊർജ്ജ സംരക്ഷണം. നമ്മൾ കെമിസ്ട്രിയിൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് പറയും. അതായത് മാസ് എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി, അത് ക്രിയേറ്റ് ചെയ്യാനും പറ്റില്ല, നശിപ്പിക്കാനും പറ്റില്ല. അത് ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് മാറിക്കൊണ്ടിരിക്കും. ഇതേപോലെ എനർജിയുടെ കാര്യം പറയുമ്പോൾ എനർജി നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും പറ്റില്ല, നശിപ്പിക്കാനും പറ്റില്ല. അതെന്ത് സംഭവിക്കും? അത് ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് മാറിക്കൊണ്ടിരിക്കും. നമ്മൾ ഇലക്ട്രിക്കൽ എനർജി കൊടുക്കുമ്പോൾ ആ എനർജി മാറുന്നത് ഫാനിലാണെങ്കിൽ അത് എന്ത് പറ്റും? മെക്കാനിക്കൽ എനർജി ആയിട്ട് ആ ഫാൻ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ലൈറ്റ് സ്വിച്ച് ഇടുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഇലക്ട്രിക്കൽ എനർജി എന്തായിട്ട് മാറും? അത് അവിടെ ലൈറ്റ് എനർജി ആയിട്ട് മാറും, പ്രകാശ ഊർജ്ജമായിട്ട് മാറും. അതുപോലെ തന്നെ കുറച്ച് കഴിയുമ്പോൾ എന്ത് പറ്റും? അത് താപ ഊർജ്ജമായിട്ട്, ഹീറ്റ് എനർജി ആയിട്ട് മാറും. കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും ഈ ഹീറ്റ് എനർജി എങ്ങനെ കണക്കാക്കാം, ഇതുപോലത്തെ ചോദ്യങ്ങൾ നമ്മൾ കൊണ്ടുവരും. ഇപ്പൊ നമ്മൾ നോക്കുന്നത് എനർജി എന്ന് പറയുന്ന ഒരു പോയിന്റ് അല്ലെങ്കിൽ ആ ഒരു ക്വാണ്ടിറ്റി, അത് ഒരിക്കലും എന്താണ്, ക്രിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഡിസ്ട്രോയ് ചെയ്യാനോ പറ്റില്ല. നമുക്കത് ക്രിയേറ്റ് ചെയ്യാനോ സൃഷ്ടിക്കാനും പറ്റില്ല, അതുപോലെ നശിപ്പിക്കാനും പറ്റില്ല. അതിന്റെ അവസ്ഥ മാറിക്കൊണ്ടിരിക്കും, അതിന്റെ ആ രൂപം മാറിക്കൊണ്ടിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന പോലെ യാന്ത്രിക ഊർജം, ഒരു വസ്തു ചലിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു പോയിന്റിൽ നിൽക്കുമ്പോഴോ ഉള്ള ആ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് അതിന്റെ മെക്കാനിക്കൽ എനർജി, അത് ഈ പറയുന്ന ½ mv² ആയിട്ടുള്ള കൈനറ്റിക് എനർജിയും അതുപോലെ തന്നെ mgh ആയിട്ടുള്ള പൊട്ടൻഷ്യൽ എനർജിയും ഇവരുടെ രണ്ടുപേരുടെയും സം ആയിരിക്കും. ഒന്നെങ്കിൽ ആ വസ്തു ചലിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ എന്താണ്, ഒരു പോയിന്റിൽ നിൽക്കുകയാണ്. ഈ രണ്ടാൾക്കാരുടെയും കൂടെ ടോട്ടൽ സം, ആകെ തുക നമ്മൾ എടുത്താൽ അവിടുത്തെ മെക്കാനിക്കൽ എനർജി അല്ലെങ്കിൽ യാന്ത്രിക ഊർജം നമുക്ക് കിട്ടും. ഇനി ഈ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരുന്നാൽ നമ്മൾ ആകെ രണ്ട് ഇക്വേഷൻ, ആ രണ്ട് ഇക്വേഷൻ ഇവിടെ ഒരുമിച്ച് കൊടുത്തിട്ടുണ്ട്. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ mgh, കൈനറ്റിക് എനർജി ഗതിക ഊർജം എന്ന് പറഞ്ഞാൽ ½ mv². ഇവിടെ m എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന വസ്തുവിന്റെ മാസ്, g എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണം, h എന്ന് പറയുന്നത് ഏത് ഹൈറ്റിലാണോ ഒരു വസ്തുവിനെ നിലത്ത് നിന്ന്, ഇത് ഗ്രൗണ്ട് ആണെങ്കിൽ ആ വസ്തുവിനെ ഇത്രയും ഹൈറ്റിലാണ് നമ്മൾ ഉയർത്തി വെച്ചതെങ്കിൽ നമുക്ക് അവിടെ പറയാൻ പറ്റും mgh എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജി ആണെന്ന്. ഇനി വസ്തു v എന്ന് പറയുന്ന ഒരു പ്രവേഗം, നമ്മൾ പ്രവേഗം നേരത്തെ പറഞ്ഞിട്ടുണ്ട്, വെലോസിറ്റി എന്നാണ് പറയുന്നത്. അതിന്റെ യൂണിറ്റ് മീറ്റർ/സെക്കൻഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിന് ഡയറക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ രീതിയിൽ ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു സ്ഥിരമായ വെലോസിറ്റിയിൽ എന്തെങ്കിലും ഒരു വസ്തു മൂവ് ചെയ്യുകയാണെങ്കിൽ, ചലിക്കുകയാണെങ്കിൽ അവിടെ അതിന്റെ കൈനറ്റിക് എനർജി നമുക്ക് ½ mv² എന്ന് പറയാം. ഇനി യാന്ത്രിക ഊർജം അല്ലെങ്കിൽ മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്നൊരു കോൺസെപ്റ്റിൽ ആ വസ്തു ചലിക്കായിരിക്കാം, അല്ലെങ്കിൽ എന്താണ്, ഒരു പോയിന്റ്, ഒരു ഹൈറ്റിൽ നിൽക്കായിരിക്കാം. ഈ രീതിയിലുള്ള രണ്ട് കൺസിഡറേഷനും വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ടോട്ടൽ സം കോൺസ്റ്റന്റ് ആയിരിക്കും. ഇത്രയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ഓർത്തിരിക്കുക, ഈ സ്റ്റേറ്റ്മെന്റ് ഓർത്തിരിക്കുക. ആരാണ്, എനർജിയാണ് നമുക്ക് നശിപ്പിക്കാനോ സൃഷ്ടിക്കാനോ കഴിയാത്തത്. അത് ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരു അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കും. ഇനി ഇതേപോലുള്ള ചോദ്യങ്ങൾ നമുക്ക് ഓൾറെഡി എന്താണ്, ഫിസിക്സിൽ മാത്സ് ക്വസ്റ്റ്യൻസ് ഇഷ്ടം പോലെ വരുന്നുണ്ട്. അതിൽ തന്നെ ഒരു ഫേവറേറ്റ് ടോപ്പിക്കാണ് ഈ പറയുന്ന പവറും അതുപോലെ എനർജിയും. എനർജിയിൽ നിന്ന് കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാൻ, അതുപോലെ പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാൻ ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാം. അങ്ങനെയാണെങ്കിൽ ചില ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതേപോലെ തന്നാൽ നമുക്ക് ആ കാൽക്കുലേഷൻ ചെയ്യാതെ തന്നെ ഇതിന്റെ ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. ശ്രദ്ധിച്ചു നോക്കിയാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 30 കിലോഗ്രാം ഭാരമുള്ള ഒരു വസ്തു 5 മീറ്റർ/സെക്കൻഡ് വേഗതയിൽ സഞ്ചരിക്കുന്നു. ആ വസ്തുവിന്റെ ഗതിക ഊർജം അല്ലെങ്കിൽ എന്താണ്, കൈനറ്റിക് എനർജി നമ്മൾ കണ്ടുപിടിക്കണം. കൈനറ്റിക് എനർജിയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? മാസ് തന്നിട്ടുണ്ട് 30 കിലോ, അതുപോലെ തന്നെ എന്താണ്, വെലോസിറ്റി വന്നിട്ടുണ്ട് 5 മീറ്റർ/സെക്കൻഡ്. നമ്മളിപ്പോൾ ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാ? കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ½ mv² എന്നാണ്. എമ്മും വിയും നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ½ ഇൻറ്റു മാസ് എത്രയാണോ അത് ഇൻറ്റു വെലോസിറ്റി എന്ന് പറയുന്ന 5 മീറ്റർ/സെക്കൻഡ്, അതിന്റെ സ്ക്വയർ. നമുക്കപ്പോൾ ½ ഇൻറ്റു 30 ഇൻറ്റു 25. ഇത് വീണ്ടും എഴുതി കഴിയുമ്പോഴത്തേക്കും
നമ്മളിവിടെ ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ ഈ രീതിയിൽ എഴുതാം. അത് നമ്മൾ എന്താണ് ഇക്വേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇത്രയും സാധനം കിട്ടും. ഇനി നമുക്ക് അതിന്റെ യൂണിറ്റ് കൊടുക്കണം. യൂണിറ്റ് എന്തായിരുന്നു? നമ്മൾ വർക്കും എനർജിയും പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, യൂണിറ്റ് വരുമ്പോൾ വർക്കിന്റെ യൂണിറ്റ് തന്നെയാണ് എനർജിക്കും കൊടുക്കുന്നത്. ആ യൂണിറ്റിന്റെ വാല്യൂ ജൂൾ ആണ്. ആ യൂണിറ്റ് ജൂൾ ആണ്. ഇനി ഇത്രയും കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് ആ ഉത്തരം കിട്ടി. എന്നാൽ ഈ കാൽക്കുലേഷന് പോകാതെ നമ്മൾ ആ ക്വസ്റ്റ്യൻ നല്ല രീതിയിൽ ഒന്ന് വായിച്ചിട്ട് കയ്യിലിരിക്കുന്ന ഈ ഓപ്ഷൻസ് ഒന്ന് നോക്കിയാലോ. നമ്മളുടെ കയ്യിൽ ഇത്രയും ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. 375 അല്ലെങ്കിൽ 375 കിട്ടിയ ഉത്തരം. ഇവിടെ 375 ഉണ്ട്, ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. പക്ഷേ നമ്മൾ കാൽക്കുലേഷന് പോകാതെ അതിന്റെ അപ്പുറത്ത് കിടക്കുന്ന ആ യൂണിറ്റ് മാത്രം നോക്കിയാൽ ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നത്? ന്യൂട്ടൺ. അതെന്താണ്? ഫോഴ്സിന്റെ യൂണിറ്റ്. ഇവിടെ കൊടുത്തിരിക്കുന്ന കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്, മാസ് ഇൻറ്റു വെലോസിറ്റി. ഇതാരായിരുന്നു? ഇത് മൊമെന്റം ആയിരുന്നു. പിന്നെ കൊടുത്തിരിക്കുന്ന നാലാമത്തെ ആള് പാസ്കൽ. PA എന്ന് പറഞ്ഞാൽ പാസ്കൽ ആണ്. അത് പ്രഷറിന്റെ യൂണിറ്റ് ആണ്. ഈ രീതിയിൽ ബാക്കി 3 ഓപ്ഷൻസിലും യൂണിറ്റുകൾ വ്യത്യാസമുണ്ട്. അല്ലെങ്കിൽ എന്താണ്? തെറ്റായ യൂണിറ്റ് ആണ്. ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരത്തിന് തെറ്റായ യൂണിറ്റ് ആണ് ബാക്കി 3 ഓപ്ഷൻസിലും. എന്നാൽ ഒരേ ഒരു ഓപ്ഷനിൽ മാത്രം എന്തുണ്ട്? ജൂൾ എന്ന യൂണിറ്റ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ കാൽക്കുലേഷൻ ചെയ്യാതെ തന്നെ എന്താണ് ഇതാണ് ഉത്തരമെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. വീണ്ടും ഒരു ധൈര്യത്തിന് കാൽക്കുലേഷൻ നമുക്ക് ചെയ്തെന്ന് നോക്കാം. പക്ഷെ ഓൾറെഡി ന്യൂമറിക്കൽ വാല്യൂ ഇവർക്ക് എല്ലാവർക്കും സെയിം ആണ്. അപ്പൊ ചില ക്വസ്റ്റ്യൻസ് ഫിസിക്സിൽ ഇതുപോലെ കാൽക്കുലേഷൻ തന്നെ അല്ല, നമുക്ക് ആ ക്വസ്റ്റ്യൻ വായിച്ചാൽ തന്നെ അറിയാൻ പറ്റും എന്താണ് ഉത്തരം എന്ന്. അപ്പൊ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ മുഴുവനായിട്ട് ആ ക്വസ്റ്റ്യൻ വായിക്കുക, എന്നിട്ട് ഓപ്ഷൻസും ക്ലിയർ ആയിട്ട് നോക്കുക. നിങ്ങൾക്ക് ഓൾറെഡി അറിയാലോ ഏതാണ് യൂണിറ്റ് എന്ന്. അപ്പൊ യൂണിറ്റ് അനുസരിച്ച് കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യാൻ ശ്രദ്ധിക്കാം. ഇനി വീണ്ടും അതുപോലത്തെ ഒരു ചോദ്യം ഇവിടെ ചോദിച്ചിരിക്കുന്നത് മാസ് 12 കിലോഗ്രാം, അതുപോലെ തന്നെ ഒരു പ്രത്യേക ഹൈറ്റിലേക്ക് 12 കിലോഗ്രാം ഉള്ള ഒരു ഭാരമുള്ള വസ്തുവിനെ ഒരു പ്രത്യേക ഹൈറ്റിലേക്ക് ഉയർത്തി വെച്ചിരിക്കുന്നു. അവിടെ നമ്മൾ ഇത്തവണ ജി എടുക്കുന്ന 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, ജി 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എടുക്കും, അതുപോലെ 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എടുക്കും. ഇത് രണ്ടും എടുക്കുന്നത് നമുക്ക് എന്താണോ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് അതനുസരിച്ചിട്ടാണ്. ഇപ്പോൾ 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. എന്തുകൊണ്ട് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ? അത് ആക്സിലറേഷൻ ആയതുകൊണ്ടാണ്. ജി എന്ന് പറയുന്ന ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണം. ഇത് ഓർത്തിരിക്കണം. ഇനി ഹൈറ്റ് നമ്മൾ പറഞ്ഞിട്ടില്ല, ജി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? നമുക്ക് മാസ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ 2 ആൾക്കാരുണ്ട്. ഹൈറ്റ് ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. വീണ്ടും ഓപ്ഷൻസ് ഒന്ന് നോക്കിക്കേ. ഇവിടെ ഓപ്ഷനിൽ നമുക്ക് കാൽക്കുലേഷൻ ചെയ്യാതെ തന്നെ കട്ട് ചെയ്ത് കളയാൻ പറ്റിയ 2 ആൾക്കാരുണ്ട്. ഹൈറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലെങ്ത് എടുത്താൽ SI യൂണിറ്റ് എപ്പോഴും മീറ്ററിലായിരിക്കും. SI യൂണിറ്റ് മീറ്ററിലായിരിക്കും. ലെങ്ത് കൂടുതലുള്ള ആൾക്കാർ നമ്മൾ കിലോമീറ്ററിൽ പറയും. ലെങ്ത് കുറവാണെങ്കിൽ മില്ലിമീറ്റർ, സെന്റിമീറ്റർ, നാനോമീറ്റർ ഈ കണക്കിൽ പോകും. എന്നാലും എന്താ ഹൈറ്റ് അതുപോലെയുള്ള ലെങ്ത്തുകളെല്ലാം നമ്മൾ പറയുന്ന മീറ്റർ കണക്കിനാണ്. അങ്ങനെയാണെങ്കിൽ ഈ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറും അതുപോലെ മീറ്റർ സെക്കൻഡ് സ്ക്വയറും വന്ന 2 ആൾക്കാരെ നമുക്ക് ഒന്നും നോക്കാതെ തന്നെ എന്താ ക്യാൻസൽ ചെയ്യാം. ബിയും അല്ല സിയും അല്ല. പിന്നെ വന്നിരിക്കുന്നത് 5 മീറ്റർ അതുപോലെ -5 മീറ്റർ. അപ്പൊ ക്വസ്റ്റ്യൻ വീണ്ടും നോക്കുക. ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? certain height above the ground. നമ്മളുടെ ആ ഒരു നിലത്ത് നിന്ന് മുകളിലേക്കുള്ള ഒരു പോയിന്റില്, അതായത് ഉയരത്തിലേക്ക്. ഈ രീതിയിൽ നമ്മൾ ഇതൊരു ഒറിജിൻ പോയിന്റ് ആയിട്ട് എടുത്താൽ ഇവിടെ നിന്ന് മുകളിലേക്ക് പോകുന്ന എല്ലാ വാല്യൂസും പോസിറ്റീവ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ 2 ഓപ്ഷനിൽ നിന്ന് നമുക്ക് എ, അതായത് +5 മീറ്റർ അല്ലെങ്കിൽ 5 മീറ്റർ എന്ന് മാത്രം തന്നിരിക്കുന്ന ആളാണ് കറക്റ്റ് എന്ന് പറയാം. -5 തെറ്റാണെന്ന് പറയാം. ഇനി കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണോ? നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. MGH ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്. MGH എന്ന് പറയുന്നത് 600 ജൂൾ ആണെന്ന്. അപ്പൊ ഈ 600 ജൂളിന് നമുക്ക് എങ്ങനെ എഴുതാം? M ഓൾറെഡി തന്നിട്ടുണ്ട് 12, G തന്നിട്ടുണ്ട് 10 × H. അതാണ് 600. അപ്പൊ നമുക്ക് Hനെ മാത്രം കണ്ടുപിടിക്കണമെങ്കിൽ 600/120 കിട്ടുന്നത് 5 മീറ്റർ. കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് ഈ ഉത്തരം കറക്റ്റ് ആയിട്ട് കിട്ടും. പക്ഷെ കാൽക്കുലേറ്റ് ചെയ്യാതെ തന്നെ എന്താണ് നമുക്ക് തന്നിരിക്കുന്ന ആൾക്കാരെ നോക്കിയാൽ തന്നെ നമുക്കിത് മനസ്സിലാവും ഏതായിരിക്കും ഇതിൽ ഉത്തരം വരുന്നതെന്ന്. അപ്പൊ ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് വായിച്ചിട്ട് തന്നിരിക്കുന്ന 4 ഓപ്ഷൻ നോക്കിയാൽ തന്നെ എളുപ്പത്തിൽ ഇത് ആൻസർ ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ. ഇവിടെ ഒരു വസ്തുവിന്റെ മാസ് M ആണ്. നമുക്ക് മാസ് M ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് ഹൈറ്റ് 4h ഉയർത്തി. ഹൈറ്റ് 4h അതിനെ ഉയർത്തി.
അങ്ങനെയാണെങ്കിൽ അതിന്റെ പൊട്ടൻഷ്യൽ എനർജി, അതിന്റെ സ്ഥിതിക ഊർജം കണ്ടുപിടിക്കാം. ഓൾറെഡി ഇക്വേഷൻ അറിയാം. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? mgh. ഇവിടെ മാസ് എന്ന് പറയുന്ന എം എന്ന് എടുക്കുന്ന മാസ് ആണ്. ആ മാസ് ഇവിടെ എം തന്നെ. എച്ച് എന്താണ്? 4h ആണ്. അപ്പൊ ഇവിടെ 4h എന്ന് കൊടുക്കണം. പിന്നെ ജി അതുപോലെ തന്നെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഈ രീതിയിൽ എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? 4 × mgh എന്ന് കിട്ടും. നമ്മൾ വേറെ ഒന്നും ചെയ്തില്ല, നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ തന്നെയാണ്. ഇവിടെ ഹൈറ്റിന് വ്യത്യാസമുണ്ട്, അല്ലെങ്കിൽ എന്താ ഹൈറ്റ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്, പ്രത്യേകമായിട്ട് 4h ആണെന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളവിടെ 4h ആഡ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന 4 ഓപ്ഷൻസിൽ 4mgh എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷനാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഈ രീതിയിൽ നമുക്ക് ആകെ പഠിക്കാൻ വന്ന 2 ഇക്വേഷൻ, mgh-ഉം 12 mv². ഇത് വെച്ചിട്ട് ഇഷ്ടംപോലെ ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഇനി കാൽക്കുലേഷൻ ഇല്ലാതെ യൂണിറ്റ് മാത്രം നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ചോദ്യങ്ങൾ നമ്മൾ കണ്ടു. വീണ്ടും ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇത് പ്രോപ്പർ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കേണ്ട ഉത്തരവാണ്. നോക്കുകയാണെങ്കിൽ എന്താണ് നമുക്കിവിടെ 10 കിലോഗ്രാം ഭാരമുള്ള ഒരു വസ്തു ഭൂമിയിൽ നിന്ന് 8 മീറ്റർ എങ്ങോട്ട് ഉയരത്തിലായിരിക്കുന്ന അവസ്ഥ, മുകളിലേക്ക്. അങ്ങനെ ഉയരത്തിലായിരിക്കുന്ന അവസ്ഥയിൽ അതിനകത്തുള്ള ഊർജം, നമ്മൾ ഉദ്ദേശിക്കുന്ന പൊട്ടൻഷ്യൽ എനർജി ആണ്. ഇവിടെ മൂവ്മെന്റിന്റെ കാര്യം അല്ലെങ്കിൽ അനങ്ങുന്ന കാര്യം ഒന്നും പറയുന്നില്ല. ഇവിടെ എന്താണ്? ഒരു ഉയരത്തിൽ എടുത്ത് വെക്കേണ്ട കാര്യം മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ അവിടെ വരുന്നത് പൊട്ടൻഷ്യൽ എനർജി ആണ്. അങ്ങനെയാണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജീനെ നമുക്ക് എങ്ങനെ എഴുതാം? mgh എന്ന് എഴുതാം. ഈ mgh-ലെ മാസ് എത്രയാണ് തന്നിരിക്കുന്നത്? 10 കിലോഗ്രാം മാസ് ഉണ്ട്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ 9.8 ആയിട്ട് എടുത്തിരിക്കുന്നത്. വീണ്ടും എന്താണ്? ഹൈറ്റ് വന്നിരിക്കുന്നത് 8 മീറ്റർ. ഇവിടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 98 × 8 എന്ന് വരും. അത് വീണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ 784 യൂണിറ്റ് ജൂൾ വരും. ഈ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. യൂണിറ്റ് നോക്കണം, യൂണിറ്റ് എപ്പോഴും ശ്രദ്ധിക്കണം. ഇവിടെ ജൂളാണ്, എനർജി ബേസ് ചെയ്ത് വന്ന എപ്പോഴും ജൂളാണ്. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ നോക്കിക്കേ, ഈ ഒരു കോൺസെപ്റ്റ് നോക്കിക്കേ. ഇവിടെ പറഞ്ഞിരിക്കുന്ന യൂണിറ്റ് ഓഫ് ഹീറ്റ് എനർജി. എനർജി എന്തൊരു ഫോമിൽ ഇരിക്കുകയാണെങ്കിലും അവിടെ കൺസിഡർ ചെയ്യുന്ന യൂണിറ്റ് എപ്പോഴും സെയിം ആണ്. നമ്മൾ ജൂൾ കണക്കിനാണ് എടുക്കുന്നതെങ്കിൽ എല്ലാ സ്ഥലത്തും അത് ജൂൾ കണക്കിന് തന്നെ. അതിപ്പോൾ ഇലക്ട്രിക്കൽ എനർജി ആയാലും ഹീറ്റ് എനർജി ആയാലും ലൈറ്റ് എനർജി ആയാലും നമുക്ക് അവിടെ ജൂൾ കണക്കിന് തന്നെ കാണാൻ പറ്റും. അതേപോലെ നമുക്ക് കാലറി എന്ന് പറയുന്ന ഒരു എനർജി ഫോം നിങ്ങൾക്ക് അറിയാം. ഈ ഭക്ഷണത്തിന്റെ സാധനങ്ങൾ, നമ്മളിപ്പോൾ എന്താ പാക്കറ്റ് ആയിട്ട് വരുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, മിഠായി അതുപോലെ തന്നെ ലേസ് ഇതുപോലത്തെ സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ കഴിക്കുന്ന സാധനങ്ങളാണെങ്കിൽ അതിലെന്താണ്? അതിൽ ഇൻഗ്രീഡിയൻസ് കൊടുത്തിട്ടുണ്ടോ? ആ ഇൻഗ്രീഡിയൻസിൽ കിലോ കാലറി, എത്ര കാലറി ഉണ്ട്, അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ ഓരോ ബൈറ്റും ഇത്ര കാലറി തരുന്നു. എന്താ ഉദ്ദേശിക്കുന്നത്? അത് ഓരോ ബൈറ്റിനും ഇത്ര ഊർജം തരുന്നു, അല്ലെങ്കിൽ എന്താ എനർജി ഇത്ര അധികം വരുന്നു എന്ന്. ഈ രീതിയിൽ നമുക്ക് കാലറി അറിയാം. അങ്ങനെയാണെങ്കിൽ ഒരു ജൂൾ എന്ന് പറയുന്നത് 0.24 കാലറി ആണെന്നാണ് കണക്ക്. കാലറി നമുക്ക് ഓൾറെഡി അറിയാം എനർജി കണക്കിനാണെന്ന്. ഓൾറെഡി എന്താണ്, ജിമ്മിൽ പോകുന്നവരോ ഫിറ്റ്നസ് നോക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർ പറയും ഇത്ര കാലറി എനിക്ക് ബേൺ ചെയ്ത് കളയണം, ഇത്ര കാലറി ഇന്ന് കുറച്ചെടുക്കണം എന്നൊക്കെ. അപ്പൊ ഈ രീതിയിൽ കാലറി എന്ന് പറയുന്ന ഒരു എനർജിയുടെ ഫോം ആണ് നമുക്ക് പറയാം. അതൊരു യൂണിറ്റ് ആണ്. അടുത്ത വരുന്നത് കിലോ വാട്ട്, ജൂൾ, വാട്ട് സെക്കൻഡ്. ഈ 3 ആൾക്കാരുണ്ട്. ഇതിൽ ജൂൾ എന്തായാലും യൂണിറ്റ് ആണെന്ന് അറിയാം. അപ്പൊ ഇതും ഓക്കെയാണ്, കാലറിയും ഓക്കെയാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്ന നോട്ട് എ യൂണിറ്റ് എന്നാണ്, നോട്ട് എ യൂണിറ്റ് ഓഫ് ഹീറ്റ് എനർജി. ഇതേപോലത്തെ ഒരു ചോദ്യം വരുമ്പോൾ എന്താണ് ഈ വാട്ട് എന്ന് പറയുന്ന കോൺസെപ്റ്റ്, ഇത് നമുക്ക് പഠിക്കണം. എന്നാലാണ് ഇതെന്താണ് നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഇത് എങ്ങനെ ചെയ്യും എന്ന് നമുക്ക് ക്ലിയർ ആവുന്നത്. നോക്കിയാലോ. വാട്ട് എന്ന് പറയുന്നത് പവറിന്റെ യൂണിറ്റ് ആണ്. പവർ എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന എനർജി, അല്ലെങ്കിൽ എന്താണ് നമ്മൾ ഉപയോഗിച്ച് കളയുന്ന എനർജി, നമ്മൾ ചെയ്യുന്ന വർക്ക്, അതിന്റെ നിരക്കാണ്. നിരക്ക് അല്ലെങ്കിൽ റേറ്റ്, റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക്. നമ്മൾ ഒരു പ്രവൃത്തി ചെയ്യുന്നതിന്റെ നിരക്ക്, അല്ലെങ്കിൽ എന്താണ് ഊർജം ഉപയോഗിച്ച് തീർക്കുന്നതിന്റെ ആ ഒരു നിരക്ക്, ആ ഒരു റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് അല്ലെങ്കിൽ സ്പെൻഡിങ് എനർജി, ഇതിനെയാണ് നമ്മൾ പവർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പവറിന്റെ യൂണിറ്റ് ആണ് വാട്ട്. നമ്മൾ അതിനെ മെൻഷൻ ചെയ്യുന്ന ക്യാപിറ്റൽ W വെച്ചിട്ടാണ്. പവർ എന്ന് പറയുന്നത് നമ്മൾ വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ എന്താണ് ഊർജം സ്പെൻഡ് ചെയ്യുന്ന നിരക്കാണ്. അപ്പൊ നമുക്കതിനെ വർക്ക് ബൈ ടൈം എന്ന് എടുക്കാം, അല്ലെങ്കിൽ എനർജി ബൈ ടൈം എന്ന് പറയാം. ഈ രീതിയിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ എനർജി അല്ലെങ്കിൽ വർക്കിന്റെ യൂണിറ്റ് ജൂൾ ആണ്. അത് ഡിവൈഡഡ് ബൈ ടൈമിന്റെ യൂണിറ്റ് നമ്മൾ സെക്കൻഡിലാണ് എടുക്കുന്നത്. അപ്പൊ ജൂൾ പെർ സെക്കൻഡ് കിട്ടും. ഈ രീതിയിൽ എടുക്കാം.
അവിടെ യൂണിറ്റിന് പറയുന്ന പേര് വാട്ട് എന്നാണ്. അപ്പോൾ 1 വാട്ട് എന്ന് പറഞ്ഞാൽ ജൂൾ പെർ സെക്കൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ വീണ്ടും നേരത്തെ കണ്ട ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കേ. ഇവിടെ ചോദിച്ചിരിക്കുന്നത് കലോറിയും ജൂളും നമ്മൾ കഴിഞ്ഞു. ഇനി വാട്ട് സെക്കൻഡും കിലോ വാട്ടും ഉണ്ട്. ഇവിടെ നോക്കിയാൽ പവർ എന്ന് പറഞ്ഞാൽ വർക്ക് ബൈ ടൈം ആണെന്ന് പറഞ്ഞു. ഇതിൽ പവറിന്റെ യൂണിറ്റ് വാട്ട് ആണ്. അത് വർക്ക് അല്ലെങ്കിൽ എന്താണ്, എനർജി ബൈ ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്. അപ്പൊ നമുക്ക് വർക്ക് അല്ലെങ്കിൽ എനർജി എങ്ങനെ എഴുതാം? വർക്ക് അല്ലെങ്കിൽ എനർജി, ഊർജത്തിന് നമുക്ക് വാട്ട് സെക്കൻഡ് എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഈ തന്നിരിക്കുന്ന വാട്ട് സെക്കൻഡും എന്താണ്, നമ്മളുടെ എനർജിയുടെ യൂണിറ്റ് ആണ്. പക്ഷെ നമ്മളോട് ചോദിച്ചിരിക്കുന്ന നോട്ട് യൂണിറ്റ് ഏതാണെന്നാ. അതായത് ഇതിൽ ഏതാണ് എനർജിയുടെ യൂണിറ്റ് അല്ലാത്തത്? അത് ഏതായിരിക്കും? നമ്മൾ ഓൾറെഡി പറഞ്ഞു, വാട്ട് എന്ന് പറയുന്നത് പവറിന്റെ യൂണിറ്റ് ആണ്. നമ്മൾ എനർജി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ പ്രവൃത്തി ചെയ്യുന്ന നിരക്കിനെയാണ് നമ്മൾ വാട്ട് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ വാട്ട് ആയിരിക്കും, അല്ലെങ്കിൽ എന്താണ്, കിലോ വാട്ട് എന്ന് പറയുമ്പോൾ എഗെയിൻ 1000 വാട്ടിനെയാണ് നമ്മൾ കിലോ വാട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 1000 വാട്ട് അല്ലെങ്കിൽ കിലോ വാട്ട് ആയിരിക്കും ഈ കൂട്ടത്തിൽ എനർജിയുടെ യൂണിറ്റ് അല്ലാത്തത്. അത് പവറിന്റെ യൂണിറ്റ് ആണ്. ബാക്കി 3 ആൾക്കാരും കലോറി ആയിക്കോട്ടെ, വാട്ട് സെക്കൻഡ് ആയിക്കോട്ടെ, ജൂൾ ആയിക്കോട്ടെ, ഇവര് 3 പേരും എനർജിയുടെ യൂണിറ്റ് ആണ്. ഇതിൽ യൂണിറ്റ് അല്ലാത്ത ആള് കിലോ വാട്ട് മാത്രമാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു, പവർ എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് അല്ലെങ്കിൽ എനർജി സ്പെൻഡ് ചെയ്യുന്ന ആ ഒരു നിരക്കാണ്. അപ്പൊ യൂണിറ്റ് വാട്ട് ആണെന്ന് പറഞ്ഞു. നമ്മൾ ജൂൾ പെർ സെക്കൻഡ് എന്നാണ് 1 വാട്ടിനെ ഡിഫൈൻ ചെയ്യുന്നത്. അതായത് 1 സെക്കൻഡിൽ നമ്മൾ 1 ജൂൾ പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ എന്താ, 1 ജൂൾ എനർജി നമ്മൾ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ, ഉപയോഗിക്കുകയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന പവർ എന്ന് പറയുന്നത് 1 വാട്ടാണ്. വീണ്ടും 1 കിലോ വാട്ടും കിലോ വാട്ട് അവറും. ഈ കോൺസെപ്റ്റ് ഇതേ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദ്യങ്ങൾ വരാറുണ്ട്. അതുപോലെ തന്നെ എന്താണ്, ഈ കോൺസെപ്റ്റിൽ നിന്ന് നമുക്ക് യൂണിറ്റ് ഓഫ് എനർജി അല്ലെങ്കിൽ നമ്മൾ എന്താണ് വീടുകളിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രിസിറ്റി അതിന്റെ യൂണിറ്റ് കണ്ടുപിടിക്കാനും അത് വെച്ചിട്ടുള്ള മാത്സ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. എളുപ്പത്തിൽ നോക്കാം. കിലോ വാട്ട് എന്ന് പറഞ്ഞാൽ 1000 വാട്ട്. ഇത് നമുക്കറിയാം. കിലോ വാട്ടിന് നമുക്ക് 1000 ജൂൾ പെർ സെക്കൻഡ് എന്ന് എഴുതാം. 1 വാട്ട് ജൂൾ പെർ സെക്കൻഡ് ആണെങ്കിൽ 1000 വാട്ട് എന്ന് പറയുന്നത് 1000 ജൂൾ പെർ സെക്കൻഡ്. ഇത്രയും നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ അവിടെ പവർ കണ്ടുപിടിക്കുകയാണ്. പവർ എന്ന് പറയുന്നത് 1 കിലോ വാട്ട് എന്ന് പറയുന്നത് 1000 ജൂൾ പെർ സെക്കൻഡ് ആണ് നമുക്കറിയാം. ഇവിടുത്തെ എനർജി ഇനി നമ്മൾ എന്താണ് ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന 1 കിലോ വാട്ട് എന്ന് പറയുന്നത് അവിടുത്തെ എനർജി ബൈ ടൈം ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഈ ടൈമിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ, അതായത് എനർജി എന്ന് പറയുന്നത് 1000 ജൂൾ പെർ സെക്കൻഡിനെ ടൈം വെച്ചിട്ട് നമ്മൾ എടുക്കുന്ന സമയം വെച്ചിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്പോൾ 1 മണിക്കൂറിനകത്ത് എത്ര എനർജി നമ്മളവിടെ സ്പെൻഡ് ചെയ്തു എന്നറിയണമെങ്കിൽ നമുക്ക് എന്തെടുത്താൽ മതി, 1 കിലോ വാട്ട് അവർ. അതായത് 1 കിലോ വാട്ട് ആയിട്ടുള്ള പവർ ഉള്ള ഒരു വസ്തു, 1 കിലോ വാട്ട് പവർ ഉള്ള ഒരു വസ്തു എത്ര അധികം എനർജി സ്പെൻഡ് ചെയ്യുന്നുണ്ട് 1 മണിക്കൂറിൽ, ഇത് കണക്കാക്കണം. അപ്പൊ നമുക്ക് എന്താ, എനർജി എന്ന് പറയുന്നത് ഈ പറയുന്ന കിലോ വാട്ടിനെ മണിക്കൂർ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യും? നമുക്ക് 1000 വാട്ട് ഉണ്ട്, അതിന്റെ കൂടെ 1 മണിക്കൂർ, അത് സെക്കൻഡ് കണക്കിൽ പറയുമ്പോൾ 60 മിനിറ്റ് ഇൻറ്റു 60 സെക്കൻഡ്, ഈ രീതിയിൽ എഴുതാം. ഇത് നമ്മൾ എന്താണ് തിരിച്ച് എഴുതുമ്പോൾ 3.6 ഇൻറ്റു 10⁶6 ജൂൾ എന്ന് കിട്ടും. എനർജിയാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പൊ എനർജി ആയതുകൊണ്ട് ജൂൾ കണക്കിൽ വരും. അതായത് 1 കിലോ വാട്ട് അവർ എന്ന് പറയുന്നത് എനർജിയുടെ യൂണിറ്റും അതുപോലെ 1 കിലോ വാട്ട് എന്ന് പറയുന്നത് പവറിന്റെ യൂണിറ്റുമാണ്. ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ വരുന്നതും ഒരുപാട് ആൾക്കാർ തെറ്റിക്കുന്നതായിട്ടുള്ള ഒരു സാധനമാണ് കിലോ വാട്ട്. അത് പവറിന്റെ യൂണിറ്റ് ആണ്. എനർജിയുടെ യൂണിറ്റ് കിലോ വാട്ട് അവർ ആണ്. ഇത് മറന്നു പോകരുത്, മാറിപ്പോകരുത്. അങ്ങനെയാണെങ്കിൽ 1 കിലോ വാട്ട് അവറിനെ വിളിക്കുന്ന മറ്റൊരു പേര് യൂണിറ്റ് എന്നാണ്. എന്താണ് ഈ യൂണിറ്റ് എന്ന് വെച്ചാൽ നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്ന എനർജി അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി, നമുക്ക് എന്താണ് കറണ്ട് ഉപയോഗിക്കുന്നു എന്ന് പറയത്തില്ലേ, ഈ ഫാൻ ഇടാനും സ്വിച്ച് ഇടാനും ലൈറ്റ് ഇടാനൊക്കെ ഉപയോഗിക്കുന്ന ഈ ഒരു കറണ്ട് ഇലക്ട്രിസിറ്റി, ഈ ഒരു എനർജി ഇലക്ട്രിക്കൽ എനർജീനെ നമ്മൾ യൂണിറ്റ് കണക്കിലാണ് പറയുന്നത്. അതിൽ ഓരോ യൂണിറ്റും ഓരോ കിലോ വാട്ട് അവർ ആണ്, അല്ലെങ്കിൽ ഓരോ കിലോ വാട്ട് മണിക്കൂറാണ്. ഇത് നമ്മൾ ഈ രീതിയിൽ കിലോ വാട്ട് അവർ എന്നാണ് മെൻഷൻ ചെയ്യുന്നത്. ഓരോ കിലോ വാട്ട് അവറും 3.6 ഇൻറ്റു 10⁶6 ജൂൾ ആണ്. ഓർത്തിരിക്കേണ്ട കാര്യങ്ങള്, കിലോ വാട്ട് എന്ന് പറഞ്ഞാൽ പവറിന്റെ യൂണിറ്റ് ആണ്, കിലോ വാട്ട് അവർ എന്ന് പറഞ്ഞാൽ അത് എനർജിയുടെ യൂണിറ്റ് ആണ്. ഈ പറയുന്ന കിലോ വാട്ട് അവറിനെ 3.6 ഇൻറ്റു 10⁶6 ജൂൾ എന്ന് എഴുതാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം,
1000 കിലോ വാട്ട് ഒരു മണിക്കൂറിൽ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന എനർജി അതിനെ പറയുന്നത് 1 കിലോ വാട്ട് അവർ ആണ്. ഈ രീതിയിൽ പറയാം. ഇതാണ് യൂണിറ്റ് എന്നെടുത്തിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസിൽ കാണാൻ പറ്റുന്നത്. ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കിയാലോ, ഇതിലേതാണ് കൊമേഴ്ഷ്യൽ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി? ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് എന്താണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്നിട്ട് തന്നെ എന്താ RRB ചോദിച്ചിട്ടുണ്ട്. ഇതേപോലെ ചോദിക്കുമ്പോൾ നമുക്ക് ഇപ്പൊ പഠിച്ചിട്ടുണ്ടായുള്ളൂ കിലോ വാട്ട് അവർ ആണ് യൂണിറ്റ് ഓഫ് എനർജി. ഇലക്ട്രിക്കൽ എനർജി വീടുകളിൽ സപ്ലൈ ചെയ്യപ്പെടുന്നത് കിലോ വാട്ട് അവർ കണക്കിലാണ്. അടുത്തത് ഇതേപോലുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോഴാണ് ഇത് വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ആ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ എന്താണ് കുറച്ച് ട്രിക്സും അല്ലെങ്കിൽ എന്താണ് കുറച്ച് ട്വിസ്റ്റുകളൊക്കെ ഉള്ള ഒരു ചോദ്യമാണ്. നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പവർ തന്നിട്ടുണ്ട്. അതായത് 1000 വാട്ട് പവർ ഉള്ള 1000 വാട്ട് എന്ന് പറയുമ്പോൾ എന്താ 1 കിലോ വാട്ട് പവർ ഉള്ള ഒരു ഹീറ്റർ അത് ദിവസവും 5 മണിക്കൂർ വീതം ഉപയോഗിക്കുന്നുണ്ട്. ഓരോ യൂണിറ്റിന്റെയും, അപ്പൊ ഇവിടെ യൂണിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇവിടെ ഇലക്ട്രിക്കൽ എനർജിനെ പറ്റിയാണ് പറയുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ മനസ്സിലാവും ഇത് ഇലക്ട്രിക്കൽ എനർജിയെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ ഓരോ യൂണിറ്റിന്റെ വാല്യൂ 6 രൂപ വെച്ചിട്ടാണെങ്കിൽ ഇവിടെ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോ വാട്ട് അവർ ആണ്. ഓരോ കിലോ വാട്ട് അവറിന്റെയും അല്ലെങ്കിൽ എന്താണ് ഓരോ യൂണിറ്റിന്റെയും പൈസ നമുക്ക് കൊടുക്കേണ്ട ചാർജ് 6 രൂപ വെച്ചിട്ടാണെങ്കിൽ ആ ഒരു ഡിവൈസ് അല്ലെങ്കിൽ എന്താ ആ ഒരു ഹീറ്റർ നമുക്ക് റൺ ചെയ്യാൻ വേണ്ടി അത് ഉപയോഗിക്കാൻ വേണ്ടി എത്ര ദിവസം? സെപ്റ്റംബർ മാസം മുഴുവനും. അവിടെ ദിവസത്തിന്റെ എണ്ണം അല്ല പറഞ്ഞിരിക്കുന്നത്, സെപ്റ്റംബർ എന്നടുത്ത് പറഞ്ഞിരിക്കുന്നത്. സെപ്റ്റംബർ മാസം മുഴുവനും 1000 വാട്ട് പവർ വരുന്ന ആ ഒരു ഹീറ്റർ 5 മണിക്കൂർ എല്ലാ ദിവസവും ഉപയോഗിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എത്ര രൂപ കൊടുക്കേണ്ടി വരും? ഓരോ കാര്യങ്ങൾ എടുത്ത് എഴുതണം. ആദ്യം ആരും എഴുതണ്ടേ? പവർ എന്ന് പറയുന്നത് എത്രയാണ്? 1000 വാട്ട് ആണ്. നമുക്കതിനെ 1 കിലോ വാട്ട് എന്ന് എഴുതാം. വീണ്ടും മണിക്കൂർ എത്രയാണ്? ടൈം എത്ര എടുത്തിരിക്കുന്നത് ഇവിടെ? 5 മണിക്കൂർ എവറി ഡേ, ഓരോ ദിവസവും. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ എനർജി കിലോ വാട്ട് അവർ എത്രയാണ്? ഒരു ദിവസത്തേക്ക് അവിടുത്തെ കിലോ വാട്ട് അവർ എനർജി എന്ന് പറയുന്നത് എത്രയാണ്? പവർ ഇൻറ്റു ടൈം. നമുക്ക് ഓൾറെഡി അറിയാം പവർ എന്ന് പറഞ്ഞാൽ എനർജി അല്ലെങ്കിൽ വർക്ക് ബൈ ടൈം ആണ്. അപ്പൊ പവർ ഇൻറ്റു ടൈം ആണ് നമുക്ക് എന്ത് കിട്ടുന്നത്? എനർജി കിട്ടുന്നത്. അപ്പൊ ഈ രീതിയിൽ നമുക്ക് യൂണിറ്റ് എനർജി കാണണം ഒരു ദിവസത്തേക്ക്. പവർ ഇൻറ്റു ടൈം ചെയ്താൽ മതി. അപ്പൊ 5 ഇൻറ്റു 1 കിലോ വാട്ട് അല്ലെങ്കിൽ എന്താണ് 5 കിലോ വാട്ട് അവർ എന്ന് കിട്ടും. ഈ രീതിയിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് 5 യൂണിറ്റ് ആണ് ഒരു ദിവസം. 5 യൂണിറ്റ്, ഇതിനെ 5 യൂണിറ്റ് എന്ന് എഴുതാം. ഓരോ യൂണിറ്റും ഓരോ കിലോ വാട്ട് അവർ ആണ്. അപ്പോൾ 5 യൂണിറ്റ് ഇലക്ട്രിസിറ്റി ഒരു ദിവസം ഉപയോഗിക്കുന്നുണ്ട്. അതിലപ്പോ 5 യൂണിറ്റ് ഇലക്ട്രിസിറ്റി ഒരു ദിവസം ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ റേറ്റ് എത്രയായിരിക്കും? ഒരു ദിവസത്തെ റേറ്റ് എത്രയായിരിക്കും? 5 യൂണിറ്റ് ഒരു ദിവസം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒരു ദിവസത്തെ റേറ്റ് നമുക്ക് 6 രൂപ വെച്ചിട്ട് 5 യൂണിറ്റ് അഥവാ 30 രൂപ നമുക്ക് കിട്ടും. 30 രൂപയാണ് ഒരു ദിവസം വരുന്നത്. ഇനിയാണ് നമുക്ക് മെയിൻ പോയിന്റ്. സെപ്റ്റംബർ മാസം ഇത് എത്രയായിരിക്കും? അതായത് സെപ്റ്റംബർ മാസത്തിൽ എത്ര ദിവസമുണ്ട്? സെപ്റ്റംബർ മാസത്തിൽ 30 ദിവസമുണ്ട്. അപ്പൊ 30 ദിവസവും 5 മണിക്കൂർ വീതം 1000 വാട്ട് പവർ ഉള്ള ഒരു ഹീറ്റർ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ 6 രൂപ യൂണിറ്റിന് എന്ന നിരക്കിൽ എത്ര രൂപ നമുക്ക് അവിടെ ചാർജ് വരും? അപ്പൊ ഓൾറെഡി ഒരു ദിവസം 30 രൂപയാണെന്ന് അറിയാം. അങ്ങനെയാണെങ്കിൽ 30 ദിവസം സെപ്റ്റംബർ മുഴുവൻ എടുക്കുകയാണെങ്കിൽ എത്ര വരും? 30നെ വീണ്ടും 30 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. കിട്ടുന്ന ഉത്തരം എത്രയായിരിക്കും? 900 ആയിരിക്കും. അപ്പൊ ഇതാണ് ഇവിടെ റേറ്റ് വരുന്നത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചാൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്? പവർ തന്നിട്ടുണ്ട്, അതുപോലെ മണിക്കൂർ കണക്ക് തന്നിട്ടുണ്ട്, ഓരോ യൂണിറ്റിന്റെ ചാർജ് തന്നിട്ടുണ്ട്. ഇതൊന്നും പോരാനിട്ട് സെപ്റ്റംബർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചില സമയങ്ങളിൽ എന്താ ഡേറ്റ് എടുത്ത് പറയും, 28 ദിവസം 20 ദിവസം എന്നൊക്കെ നമുക്ക് കറക്റ്റ് പറഞ്ഞു തരും. ചില സമയങ്ങളിൽ ഇതേപോലെ എന്താണ് സെപ്റ്റംബർ ഒക്ടോബർ എന്നൊക്കെ പറയും. ഇതിപ്പോ ഒക്ടോബർ ആയിരുന്നെങ്കിൽ എന്താ 31 വെച്ചിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. ഈ രീതിയിൽ എന്താണ് ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് വായിച്ചിട്ട് അതിൽ നിന്ന് മനസ്സിലാക്കി ചെയ്യാനുള്ള ചോദ്യങ്ങൾ ഇഷ്ടം പോലെ വരും. വീണ്ടും ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇവിടെ ടോട്ടൽ എനർജി കൺസ്യൂംഡ് ഫോർ 30 days ബൈ ആൻ എയർ കൂളർ റേറ്റഡ് 300 watts ഓപ്പറേറ്റിംഗ് 12 hours per day. ആവശ്യമുള്ള എല്ലാ സാധനവും തന്നിട്ടുണ്ട്. ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ടോട്ടൽ എനർജി കാൽക്കുലേറ്റ് ചെയ്യണം. ഇവിടെ ഉദ്ദേശിക്കുന്ന ഇലക്ട്രിക്കൽ എനർജിയാണ്. ഇലക്ട്രിക്കൽ എനർജി എന്തിലായിരിക്കും? കിലോ വാട്ട് അവറിലായിരിക്കണം. അത് ശ്രദ്ധിക്കണം. ഓപ്ഷൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ഇവിടെ എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത്? പവർ പറഞ്ഞിട്ടുണ്ട്, അത് 300 വാട്ട് ആണ്. സമയം എത്രയാണ്? ടൈം പറഞ്ഞിരിക്കുന്നത് 12 മണിക്കൂർ. 12 മണിക്കൂർ പവർ നമുക്ക് 300 വാട്ട്. അങ്ങനെയാണെങ്കിൽ ആദ്യം നമുക്ക് എന്താണ് ഒരു ദിവസത്തെ
ഈ പറയുന്ന എനർജി നോക്കാം. ഒരു ദിവസത്തെ എനർജി എത്രയായിരിക്കും? 300 × 12. ഇത് വാട്ട് അവറിലാണ്. കിലോ വാട്ട് അവർ ആക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഡിവൈഡഡ് ബൈ 1000. വാട്ടിൽ തന്നിരിക്കുന്ന സാധനത്തിന് നമുക്ക് കിലോ വാട്ടിലേക്ക് മാറ്റണമെങ്കിൽ, കിലോ കണക്കിൽ പറയണമെങ്കിൽ അതിനെ 1000 വെച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. അപ്പൊ ഇവിടെ 1000 വെച്ച് ഡിവൈഡ് ചെയ്തപ്പോൾ 3.6 കിലോ വാട്ട് അവർ, അല്ലെങ്കിൽ എന്ത് പറയാം, 3.6 യൂണിറ്റ് ആണ് ഒരു ദിവസം. ഇവിടെ ഒരു ദിവസം 3.6 യൂണിറ്റ് ആണ്. എന്താണ് അങ്ങനെ പറയാൻ കാരണം? ഈ പറയുന്ന യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 1 കിലോ വാട്ട് അവർ. നമ്മൾ എനർജി കൊടുക്കുന്ന, ഇലക്ട്രിക്കൽ എനർജി വീടുകളിലേക്ക് സപ്ലൈ ചെയ്യുന്ന കിലോ വാട്ട് അവർ എന്ന് പറയുന്ന യൂണിറ്റിലാണ്. അപ്പൊ നമ്മൾ യൂണിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഓരോ കിലോ വാട്ട് അവറിനെയാണ്. അപ്പൊ അവിടെ 3.6 കിലോ വാട്ട് അവർ. അങ്ങനെയാണെങ്കിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്ന അത് എത്ര ദിവസത്തേക്കാ? 30 ദിവസത്തേക്കാ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ഒരു ദിവസം നമുക്ക് 3.6, അങ്ങനെ 30 ദിവസം. 108. ഇത്രയും കാര്യം കറക്റ്റ് ആണ്. ഇനി ഓപ്ഷൻസ് നോക്കിക്കേ. യൂണിറ്റ് കണ്ടുപിടിക്കണം. 108 ജൂൾ ആണോ? ജൂൾ അല്ലല്ലോ, നമ്മൾ എന്തിലാണ് എടുത്തത്? കിലോ വാട്ട് അവറിലാണ് എടുത്തത്. അപ്പൊ 108 ജൂൾ അല്ല. വീണ്ടും വാട്ട് അവർ എന്ന് കൊടുത്തിട്ടുണ്ട്. കിലോ കൊടുക്കാതെ വാട്ട് അവർ ഇത് മാത്രമായിട്ട്. അപ്പൊ ഇവിടെ അതും തെറ്റാണ്. അതുപോലെ ജൂൾ സെക്കൻഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. ജൂൾ സെക്കൻഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ രീതിയിൽ വരുമ്പോഴും തെറ്റാണ്. നമുക്ക് കറക്റ്റ് ആൻസർ എന്താണ്? 108 കിലോ വാട്ട് അവർ. അപ്പൊ നമുക്ക് ആകെ ആവശ്യം വന്നത് തന്ന കാര്യങ്ങളെല്ലാം ഇക്വേറ്റ് ചെയ്യുക. അതുപോലെ കറക്റ്റ് ആയിട്ട് തെറ്റിക്കാതെ യൂണിറ്റ് നോക്കി എടുത്ത് എഴുതാം. കിലോ വാട്ട് പവറിന്റെ യൂണിറ്റ്. കിലോ വാട്ട് അവർ എന്ന് പറയുന്നത് എനർജിയുടെ യൂണിറ്റ്. ഈ കിലോ വാട്ട് അവർ ആണ് ഇലക്ട്രിക്കൽ എനർജിയുടെ യൂണിറ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇത്രയും കാര്യം ഓർത്തിരിക്കണം. സ്ട്രെയിറ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്നു. 1 കിലോ വാട്ട് അവർ 1000 വാട്ട് ഇൻറ്റു 1 അവർ. എങ്ങനെ എഴുതാം? 1000 വാട്ട് ഇൻറ്റു നമുക്ക് 60 മിനിറ്റ് ഇൻറ്റു 60 സെക്കൻഡ്. വീണ്ടും എടുത്ത് എഴുതുമ്പോഴത്തേക്കും 1000 വാട്ട് എന്ന് പറഞ്ഞാൽ ജൂൾ പെർ സെക്കൻഡ് ആണ്, ഇൻറ്റു 1000 വാട്ട്, അതാണ് 1 കിലോ വാട്ട്. അതുപോലെ തന്നെ മണിക്കൂറിൽ നമ്മൾ എന്താണ്? 60 മിനിറ്റ് ഇൻറ്റു 60 സെക്കൻഡ്. ഈ രീതിയിൽ എഴുതി തന്നിരിക്കുന്ന എല്ലാ കാര്യങ്ങളും മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഫൈനലി 3.6 ഇൻറ്റു 10⁻⁶ ജൂൾ എന്ന് കിട്ടും. ജൂൾ എന്ന് പറയുന്നത് എനർജിയുടെ യൂണിറ്റ്. കിലോ വാട്ട് അവർ എന്ന് പറയുന്നതും എനർജിയുടെ യൂണിറ്റ്. ഇവിടെ തന്നിരിക്കുന്നതിൽ ഇവിടെ 3.6 ഇൻറ്റു 10⁻⁻6 എന്ന് വരുന്നുണ്ട്. നമുക്ക് +6 ആണ്, അത് ഓർത്തിരിക്കണം. ഇതേപോലെ ഒരേ ഐഡന്റിക്കൽ ആയിട്ട് അല്ലെങ്കിൽ എന്താണ് ഏകദേശം സിമിലർ ആയിട്ടുള്ള ഓപ്ഷൻസ് വരുമ്പോൾ കൺഫ്യൂഷൻ വന്നിട്ട് മാറ്റി നമ്മൾ മാർക്ക് ചെയ്യാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ കൺഫ്യൂഷൻ വരരുത്. ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കണം. ഇനി ഇവിടെ 2 ആൾക്കാരുണ്ട്. ഇത്രയും നേരം നമ്മൾ പറഞ്ഞതിലൊക്കെ ഒരാളുണ്ടായിരുന്നുള്ളൂ. ഇവിടെ 2 ആൾക്കാരുണ്ട്. അതായത് പവർ 1 ഉണ്ട്, പവർ 2 ഉണ്ട്. 2 ആൾക്കാരുടെ പവർ പറഞ്ഞിട്ടുണ്ട്. ആരൊക്കെയാ? ഒരു ഹീറ്റർ ഉണ്ട്, അതുപോലെ ഒരു ഗീസറും ഉണ്ട്. ഇത് രണ്ടിന്റെയും പവർ തന്നിട്ടുണ്ട്. സമയം തന്നിട്ടുണ്ട്. ഇവർ രണ്ടുപേരും സെയിം എമൗണ്ട് ഓഫ് ടൈം ആണ്. 4 മണിക്കൂർ ദിവസവും നമ്മൾ എന്താണ് ഒരു ഹീറ്ററും അതുപോലെ ഒരു ഗീസറും ഓൺ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 10 ദിവസം അവിടെ വരുന്ന മുഴുവൻ എനർജിയാണ് കണ്ടുപിടിക്കേണ്ടത്. പവർ 2 പേരെയും തന്നിട്ടുണ്ട്. 2 പേർക്കും സെയിം സമയമാണ് ഒരു ദിവസം ഉപയോഗിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം ഇവരുടെ എനർജി എത്രയാണെന്ന് നോക്കാം, അല്ലെങ്കിൽ എത്ര യൂണിറ്റ് ഇവർ എടുക്കുന്നുണ്ടെന്ന് നോക്കാം. ഈ എനർജി കാണണമെങ്കിൽ അവരുടെ അവിടെ തന്നിരിക്കുന്ന പവർ ഇൻറ്റു ടൈം. ടൈം തന്നിരിക്കുന്ന 4 മണിക്കൂർ. ടൈം എന്ന് പറയുന്നത് 4 മണിക്കൂർ. അപ്പൊ നമ്മൾ കിലോ വാട്ട് അവറിൽ കണ്ടാൽ ആദ്യം വരുന്ന ഹീറ്ററിന് 1000 ഇൻറ്റു 4 മണിക്കൂർ, അതായത് 4000 വാട്ട് അവർ. നമുക്കതിനെ 4 കിലോ വാട്ട് അവർ എന്ന് എഴുതാം. അതേപോലെ ഗീസറിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അവിടെ 2000 വാട്ട് ആയിരുന്നു. അപ്പൊ എനർജി എന്ന് പറയുന്നത് ഈ 2000നെ 4 മണിക്കൂർ വെച്ച് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യണം. ചെയ്യുമ്പോൾ കിട്ടുന്നത് 8 കിലോ വാട്ട് അവർ. അപ്പൊ മൊത്തം യൂണിറ്റ് എത്രയാണ്?
ഇവിടെ 4 ഉണ്ട്, അതുപോലെ ഇവിടെ 8 ഉണ്ട്. അപ്പൊ ടോട്ടൽ എന്ന് പറയുന്നത് 4 + 8 12 യൂണിറ്റ് ആണ് ഒരു ദിവസം. 12 യൂണിറ്റ് നമ്മൾ ഒരു ദിവസം. എത്ര ദിവസത്തെ കാര്യം ചോദിച്ചേ? 10 ദിവസത്തെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? 12 × 10 എടുത്താല് ടോട്ടൽ അവിടെ യൂസ് ചെയ്ത എനർജി കാണാൻ പറ്റും. ടോട്ടൽ എടുത്ത എനർജി എന്ന് പറയുന്നത് 12 × 10 അല്ലെങ്കിൽ 120 kWh. 120 kWh. അപ്പൊ നമ്മൾ ആകെ കണ്ട കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എനർജി പല ഫോംസിലുണ്ട്. അതിൽ തന്നെ നമ്മൾ എന്താണ് mgh ½mv², ഈ രീതിയിൽ പൊട്ടൻഷ്യൽ എനർജിയും അതുപോലെ കൈനറ്റിക് എനർജിയും കണ്ടു. വീണ്ടും പവർ എന്താണെന്ന് കണ്ടു. പവർ എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് ആണ്, അല്ലെങ്കിൽ എനർജി സ്പെൻഡ് ചെയ്യുന്ന നിരക്കാണ്. അത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം കണ്ടു. ഇതിൽ യൂണിറ്റ് ആയിട്ട് എടുക്കുന്നത് kWh ആണ്, അത് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ആ യൂണിറ്റിന്റെ വാല്യൂ ഇതേപോലെ 3.6 × 10⁻⁻6 ജൂൾ ആണ്. ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരും. സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ കണ്ടു, മാത്സ് ക്വസ്റ്റ്യൻസ് കണ്ടു. ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഓപ്ഷൻസ് ക്ലിയർ ആയിട്ട് നോക്കിയാൽ തന്നെ നമുക്ക് ഉത്തരം കിട്ടും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കി വെച്ചു. അങ്ങനെയാണെങ്കിൽ ഇത്രയും നേരം നമ്മൾ കണ്ട കാര്യങ്ങൾ വെച്ചിട്ട്, നമ്മൾ പറഞ്ഞ പോയിന്റുകൾ വെച്ചിട്ട് ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നൊന്ന് നോക്കിയേ. നമുക്ക് എല്ലാ കാര്യങ്ങളും തന്നിട്ടുണ്ട്, മാസ് തന്നിട്ടുണ്ട്, സ്പീഡ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. കൈനറ്റിക് എനർജി കണ്ടുപിടിക്കുന്ന ചോദ്യങ്ങളും നമ്മൾ നോക്കിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? ആൻസർ കിട്ടുന്ന എല്ലാവരും ഈ വീഡിയോയുടെ താഴെ അതൊന്ന് കമന്റ് ചെയ്യണം. അപ്പോൾ പവർ, അതുപോലെ എനർജി, വർക്ക്, ഈ 3 ആൾക്കാരും നിങ്ങൾക്ക് എല്ലാവർക്കും എന്താണ് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് ഒക്കെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. നമുക്കപ്പോൾ നെക്സ്റ്റ് ടോപ്പിക് ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ഇത്രയും വന്നിരിക്കുന്ന പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഒക്കെ വീണ്ടും ഒന്ന് ചെയ്ത് നോക്കുക. യൂണിറ്റുകൾ എന്താണെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ എല്ലാവർക്കും താങ്ക്